അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം, നേരുള്ളവർ ദേശത്ത് വസിക്കും. ദേശത്ത് നിലനിൽക്കുന്നത്, വർദ്ധിക്കുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത് ആരാണ്? അത് നേരുള്ളവരാണ്. ആർ പാർക്കുന്ന പട്ടണമാണ് അനുഗ്രഹിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ നേരുള്ളവർ വസിക്കുന്ന ദേശമാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നും ഓർപ്പിക്കുന്നുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 81-ാം അധ്യായം 1-ാം വാക്യത്തിൽ, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ദൈവശബ്ദം കേട്ട് മെസൊപ്പൊത്താമ്യയിലെ ഊരിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച അബ്രഹാം തൻ്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെ അടുത്തറിയുവാൻ കഴിയുക കൊണ്ട് നേരോടും വിശ്വസ്തയോടും പരമാർത്ഥതയോടും അവൻ്റെ ജീവിതം നടത്തുവാനായി തീരുമാനിക്കുക നിമിത്തം താൻ ചെന്ന പട്ടണത്തിൽ താൻ അനുഗ്രഹിക്കപ്പെടുവാനിടയായി, താൻ വർദ്ധിക്കപ്പെടുവാനിടയായി എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 3 മുതൽ താഴേക്കുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതായും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. സാറായുടെ മരണസമയത്ത് അവളെ അടക്കം ചെയ്യുവാൻ ഒരു ശ്മശാന ഭൂമി അന്വേഷിക്കുമ്പോൾ ദേശവാസികൾ അബ്രഹാമിനോട് പറയുന്നത്, നീ ഞങ്ങളുടെ ദേശത്ത് വരിക നിമിത്തം ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നോട് സംസാരിച്ചു. ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം നേരോടും വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടി ജീവിക്കുക നിമിത്തം ദേശത്ത് താൻ പ്രഗത്ഭനാകുവാൻ, താൻ ശ്രേഷ്ഠനാകുവാൻ, താൻ ഉന്നതനാകുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് തന്നെയാണ്. ദിനവൃത്താന്തങ്ങൾക്ക് എഴുതിയ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വരികയാണെങ്കിലും യഹോശാഫാത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 30-ാം വാക്യം പറയുന്നത് യഹോശാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് യഹോശാഫാത്തിൻ്റെ രാജ്യത്ത് സ്വസ്ഥത ഉണ്ടാകുവാനിടയായത്? 17-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ഒരു സ്വസ്ഥത അനുഭവിപ്പാൻ കഴിഞ്ഞു. 18-ാം അധ്യായത്തിൽ ആഹാബുമായി സന്ധി സംഭാഷണങ്ങൾ നടത്തി ദൈവത്തിങ്കൽ നിന്ന് അകന്നുമാറി നേരെ വിട്ടവനായി ജീവിപ്പാനിടയായി. അത് നാശത്തിൻ്റെ വക്കിലേക്ക് കടന്നുപോയി. 19-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് യഹോശാഫാത്തിനെ ചോദ്യം ചെയ്തതുകൊണ്ട് 20-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ആഴമായ സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനിടയായിത്തീർന്നു. തുടർന്നുള്ള നാളുകൾ, ഇനിയുള്ള കാലങ്ങൾ നേരോടും വിശ്വസ്തയോടും ജീവിക്കുമെന്ന് യഹോശാഫാത്ത് ദൈവം മുൻപാകെ ആഴമായ സമർപ്പണവും തീരുമാനവും പ്രാർത്ഥന അനുഭവമുള്ള ഒരനുഭവത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് എന്ത് സംഭവിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ യഹോശാഫാത്തിനോട് പറഞ്ഞു, നീ നേരോടെ ജീവിപ്പാൻ നിന്നെ തന്നെ സമർപ്പിക്കുക കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ ദേശത്തിന് സ്വസ്ഥത സമാധാനം നൽകുവാനും പോകുകയാണ് എന്നുള്ള ആഴമായ സന്ദേശം നൽകുകയുമാണ് ഉണ്ടായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം നേരോടെ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. നാം പാർക്കുന്ന ദേശത്ത് നാം അനുഗ്രഹിക്കപ്പെടുകയും നാം നിമിത്തം ദേശം അനുഗ്രഹിക്കപ്പെടുന്നതിനും അത് കാരണമായി തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
നേരോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ ജീവിപ്പാനായി നമ്മെ സമർപ്പിക്കാം. അതിൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ നേരുള്ളവരായ ദേശത്ത് വസിപ്പാനും ഞങ്ങൾ നിമിത്തം ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കാരണമാക്കി ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടതിനും ഞങ്ങൾ നിമിത്തം ദേശം ഞങ്ങൾക്ക് വേണ്ടിയും അനുഗ്രഹിക്കപ്പെടുവാൻ നേരോടെ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.